എത്രയെത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. പുലർക്കാലങ്ങളിൽ മണ്ണിലിറങ്ങി നടക്കുമ്പോൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന എത്രയോ പൂക്കളുണ്ട്. അത്തം മുതൽ 10 ദിനവും നാടെങ്ങും പൂക്കളുടെ ഉത്സവം തന്നെയാണ്. അത്രമേൽ സുന്ദരമായ ഈ പൂക്കളെ നോക്കി ഒരു വേള നിങ്ങൾ വിസ്മയിച്ചു നിന്നിട്ടുണ്ടോ? പുലർക്കാലങ്ങളിൽ വിടർന്നുല്ലസിച്ച് സൂര്യനുദിച്ചുയരുമ്പോൾ ധ്യാനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന നീല നിറമണിഞ്ഞ ഈ പൂക്കളേതെന്നറിയാമോ? അതെ, നമ്മുടെ തീന്മേശകളിൽ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത നാടൻ പയർ ചെടിയുടെ പൂക്കളാണിത്. നീലക്കുറിഞ്ഞി പൂത്തത് കാണും പോലെ ഒരു വലിയ പാടം മുഴുവൻ ഈ പയർ ചെടികൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ്. ചാലക്കുടിക്കാർക്ക് ഈ ഓണക്കാലം എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുമോൻ ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്ന ഒരു പയർ തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല നാടൻ പയറാണ്, ഒട്ടും തന്നെ വിഷമടിക്കാതെ ജൈവ കൃഷി പരീക്ഷിച്ചുകൊണ്ട് നല്ല വിളവ് കിട്ടിയിട്ടുള്ള ഒരു പയർ തോട്ടത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ കൃഷിയുടെ പ്രധാന മേൽനോട്ടക്കാരനായ തോമസ് ഏട്ടൻ നമ്മൾക്കുള്ള പയർ പൊട്ടിക്കാനുള്ള തിരക്കിലാണിപ്പോൾ. ഈ പയർ നോക്കിയേ, എത്ര വലിപ്പമുള്ള പയർ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് കാണാൻ കിട്ടാറുള്ളൂ. അതും 18 മണികളുള്ള പയറാണ്. ഈ കൃഷിയിടത്തെ പറ്റി എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന വിശ്വസിച്ച് വാങ്ങാൻ പറ്റാവുന്ന ഈ പയർ തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ പൊട്ടിച്ചെടുത്ത പയറത്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മുഴുവൻ പയർ കൃഷിയാണല്ലോ. അതെ. ഇത് എത്ര സെന്റ് സ്ഥലത്താണ് ഈ പയർ നട്ടിരിക്കുന്നത്? 50 സെന്റ്. 50 സെന്റ് സ്ഥലത്ത് മുഴുവൻ പയറാണല്ലേ? പയർ. എത്ര നാൾ മുന്നേ നമ്മൾ ഈ പയർ കൃഷി ചെയ്ത് തുടങ്ങിയത്? ഇവിടെ പണി തുടങ്ങിയിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. പൊട്ടിച്ചു തുടങ്ങിയിട്ട് ഒരു ആഴ്ച ആയിട്ടുള്ളൂ. ഒരാഴ്ച ആയിട്ടുള്ളൂ പൊട്ടിച്ചു തുടങ്ങിയിട്ടല്ലേ? 50 സെന്റ് സ്ഥലത്ത് ഇത്രയും സ്ഥലത്തുള്ളൂ പയർ കൃഷി നമുക്ക്? അല്ല, മോളില് 1 ഏക്കർ സ്ഥലത്ത് വേറെ ഉണ്ട്. ഇതിന്റെ മേലത്തെ കണ്ടത്തിൽ 1 ഏക്കറിൽ ഈ പയറുണ്ടല്ലേ? പയറുണ്ട്, വെണ്ടയുണ്ട്. പയറും വെണ്ടയും മിക്സ് ആണല്ലേ? അത് ഇത് പയറ് തന്നെ ചേട്ടാ. ഇതിപ്പോ ഞാൻ ഈ വാങ്ങിച്ച പയറിലേ ഇതിൽ നോക്കി ഒരു ചെറിയൊരു പുഴുക്കേട് കണ്ടു. അതെന്താ പുഴുക്കേട് വരുന്നത്? വിഷം അടിക്കാത്തതാണത്. വിഷടിക്കണില്ല. ഓ, അപ്പൊ ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചാണ്. പയറിന്റെ വലുപ്പം ഒരാഴ്ചയായിട്ടുള്ള പൊട്ടിച്ചോടിയത്. ശരിക്കും പറഞ്ഞാ 18 മണിയാ. 18 മണി പയറാണ്. ഒന്നൊരെണ്ണം തൊട്ട് പൊടിച്ചു. കണ്ട മണിയുടെ വലിപ്പം കണ്ട, ചക്കക്കുരു വലിക്കണ നല്ല വലിപ്പമുള്ള മണികളാണ്. ഇതാണ് സൂപ്പർ. കേരളത്തിലെ കർഷകരുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ നാട്ടില് എത്ര തന്നെ കൃഷി ചെയ്താലും അതിന്റെ ആ വിളകള് വിറ്റഴിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ മതി, അല്ലെങ്കിൽ അവർക്ക് അതേ കിട്ടുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കൃഷി ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. ഈ ചാലക്കുടി ടൗണിനോടടുത്ത് സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ട് പിറകിലെ പാടത്താണ് ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത്. പലരും ധൈര്യം കാണിക്കാറില്ല ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനായിട്ട്. കാരണം പ്രതീക്ഷിക്കുന്ന വിളവൊന്നും പലപ്പോഴും കിട്ടില്ല എന്ന് പറയാം. അപ്പോ ഈ പ്രത്യേകിച്ച് പയറ് ഇനത്തില് ജൈവ കൃഷി രീതി പരീക്ഷിച്ചപ്പോ ചേട്ടന് ഭയം ഉണ്ടായിരുന്നോ? ഭയം ഉണ്ടായിരുന്നു, എങ്കിലും ഇങ്ങനെ ഉണ്ടായി കണ്ടപ്പോ നല്ലൊരു ധൈര്യമായി. എന്താ ഈ പയറില് ഇങ്ങനെ ജൈവ കൃഷി രീതി പരീക്ഷിക്കാൻ കാരണം? അത് അന്യനാട്ടിൽ നിന്ന് വരുന്നതിന് കംപ്ലീറ്റും വിഷമാണ്. നമ്മുടെ കുടുംബത്തില് നമ്മളും നമ്മുടെ വീട്ടുകാരും കഴിക്കുന്ന പയറിലൊക്കെ നല്ല രീതിയിൽ വിഷം കയറ്റി വരുന്നുണ്ടെന്ന് പറയുന്നത്. ജൈവ കൃഷി രീതിനെ പ്രോത്സാഹിപ്പിച്ചാലും തെറ്റില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവ് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി ആയ വിളവ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് വിഷടിച്ച് തരുന്നത്? നമ്മുടെ മക്കളും അല്ലെങ്കിൽ കുഞ്ഞുമക്കളും ഒക്കെ കഴിക്കുന്ന പച്ചക്കറികള് ഒരിക്കലും വിഷമടിക്കരുത്. ആരോഗ്യപരമായ ലാഭം എടുത്ത് ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. രാവിലെ 7 മുതലാണ് ഇവിടെ പയർ പൊട്ടിച്ചു തുടങ്ങുന്നത്. ആ പയറാണെങ്കിൽ ഇവരുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പയർ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേയേറെ സ്ഥലത്ത് വെണ്ടയും കൃഷി ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന അറ്റം വരെ വെണ്ട കൃഷിയും പയറും ഇടതൂർന്ന് നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഇത്രയും നല്ലൊരു കൃഷിയിടം ഒരുക്കിയ കുഞ്ഞുമോൻ ചേട്ടാ, നിങ്ങൾക്കിരിക്കട്ടെ വലിയൊരു സല്യൂട്ട്. നമ്മുടെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും ആരോഗ്യകാര്യത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ പരമാവധി വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിക്കുക. മാത്രമല്ല നമ്മുടെ കുട്ടികളെ ഈ കൃഷി രീതിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വരും തലമുറകൾ കൂടുതൽ പേർ കൃഷിയിൽ ആകൃഷ്ടരാകട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ പിറകുവശത്തായിട്ട് സെന്റ് ജോസഫ് ദേവാലയം ഉണ്ട്. അതിന്റെ മുന്നിലൂടെ വരുമ്പോൾ വലതുവശത്തായിട്ടാണ് ഇവിടെ ഒരു
സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോം കാണാം. അതിന്റെ തൊട്ട് ചേർന്നുള്ള പറമ്പിലാണ് ഈ പയർ കൃഷിയുള്ളത്. ഓണ ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ ഇവിടെ വന്ന് പയറും വെണ്ടയും വാങ്ങാൻ സാധിക്കും. ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാനും കഴിയും. ഏവർക്കും ആരോഗ്യപരമായ ഓണദിനങ്ങൾ ആശംസിക്കുന്നു. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.